ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. വാട്സപ്പ് ഉപയോഗിക്കുന്ന നമ്മളെല്ലാവരും ചെയ്തു വെക്കുന്ന വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ആ മിസ്റ്റേക്കിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്നത്. എല്ലാവർക്കും വാട്സപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവും. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിലുള്ള പ്രധാനപ്പെട്ട എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ്, ഈ വാട്സപ്പിലുള്ള വരുന്ന ഫോട്ടോസ് ഒന്നും ഫോണിൻ്റെ ഗാലറിയിൽ കാണുന്നില്ല എന്നുള്ളത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം 4 സെറ്റിങ്സുകൾ നമുക്ക് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് വാട്സപ്പിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഓരോ ഓപ്ഷൻസും കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. സെറ്റിങ്സിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണാം. നിങ്ങളുടെ ഫോണിൽ നോക്കി വെക്കുക. സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ അവിടെ നമുക്ക് കാണാം മീഡിയ ഓട്ടോ ഡൗൺലോഡ്. ഈ ഒരൊറ്റ ഓപ്ഷൻ മാത്രമല്ല, 3 ഓപ്ഷൻ ഇനിയും ഉണ്ട്. അപ്പം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ. അപ്പം നിങ്ങൾക്ക് ഡാറ്റ ഉപയോഗിക്കുന്ന സമയത്ത് ഫോട്ടോ ആണോ അല്ലെങ്കിൽ ഓഡിയോ ആണോ ഏതാണോ വേണ്ടത് അല്ലെങ്കിൽ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ എല്ലാം ടിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. അതേപോലെ വെൻ കണക്ട് ചോദിക്കുന്നുണ്ട് വൈഫൈ ഉള്ള സമയത്ത് നമുക്ക് ഫോട്ടോ ഓഡിയോ വീഡിയോ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അതും ഓക്കെ കൊടുക്കാം. ഇതാണ് ആദ്യത്തെ സെറ്റിങ്സ്. കഴിഞ്ഞിട്ടില്ല, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഇനി നമ്മൾ ബാക്ക് ചെയ്യാം, കാരണം പലർക്കും ഇതൊരു ഡൗട്ടാണ്. ബാക്ക് ചെയ്തതിനു ശേഷം ചാറ്റ്സ് ഓപ്പൺ ചെയ്യാം. ചാറ്റ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് താഴെ വന്നു കഴിഞ്ഞാൽ മീഡിയ വിസിബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ ചെയ്തു വെക്കേണ്ടത്. മീഡിയ വിസിബിലിറ്റി ഓൺ ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഷോ ന്യൂലി ഡൗൺലോഡഡ് മീഡിയ ഇൻ യുവർ ഡിവൈസ്. അതോടുകൂടി നിങ്ങളുടെ ഫോണിലെ ഗാലറിയിലേക്ക് വരും എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ടും പലർക്കും അത് ശരിയാവുന്നില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ടത്, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രമായിട്ടാണ് നിങ്ങളുടെ ഗാലറിയിലേക്ക് ഡൗൺലോഡ് ആവാത്തത് എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ എങ്ങനെയാണ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ആ വ്യക്തിയുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. അവിടെ നമുക്ക് മുകളിൽ പ്രൊഫൈൽ നെയിം കാണിക്കുന്ന അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം മീഡിയ വിസിബിലിറ്റി. ഇത് കണ്ടപ്പോൾ ഓഫാണ്. അപ്പോൾ ഇവിടുന്ന് ഇവർ അയക്കുന്ന അല്ലെങ്കിൽ ഇവർക്ക് അയക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഗാലറിയിൽ സേവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ നോ ആയി കിടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ അതെന്ത് ചെയ്യുക, അതൊന്നിൽ യെസ്സോ അല്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന യെസ്സോ ക്ലിക്ക് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ടില്ല. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ വാട്സപ്പിൻ്റെ ഐക്കൺ ഒന്ന് ലോങ് പ്രസ് ചെയ്യാം. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ കോർണറിൽ കാണാം ഐ ബട്ടൺ കാണാം. ഐ എന്ന് പറഞ്ഞ ഒരു ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം വാട്സപ്പിൻ്റെ സെറ്റിങ്സുകൾ ഇവിടെ കാണുന്നുണ്ട്. അതിൽ നമുക്ക് പെർമിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, പെർമിഷൻ. ആ പെർമിഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ പെർമിഷൻ ക്ലിക്ക് ചെയ്യാം. ഇത് ഇങ്ങനെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഐക്കണിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റൊരു ഓപ്ഷനും കൂടി ഉണ്ട് ഇവിടേക്ക് പെർമിഷനിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ചെയ്യേണ്ടത് സെറ്റിങ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ആപ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അവിടെ ആപ്പ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ആപ്പ് മാനേജർ ഇങ്ങനെയൊക്കെയാണ് പല ഫോണിലും ഉണ്ടാവുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ആപ്സും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നമ്മൾ വാട്സപ്പ് ക്ലിക്ക് ചെയ്യാം. വാട്സപ്പ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരെ പെർമിഷനിലേക്ക് നമുക്ക് പോകും. ഇപ്പോൾ 2 രീതിയിൽ നമുക്കിത് എടുക്കാൻ പറ്റും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെർമിഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം ഇവിടെ നമുക്ക് ഏതൊക്കെ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഇവിടെ നമുക്ക് പലരുടെ ഫോൺ, അതായത് ഫോട്ടോസ് ആൻഡ് വീഡിയോസ്, ഇതിന് പെർമിഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഇതേപോലെ തന്നെ നമ്മുടെ ഫോൺ ഗാലറിയിലേക്ക് ഫോട്ടോസ് വരില്ല. കണ്ടില്ലേ, ഇവിടെ ഡോണ്ട് അലൗവിൽ കിടക്കുന്നുണ്ടെങ്കിൽ വരില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, അലൗ കൊടുക്കുക. ഓൾവേസ് അലൗ ഓൾ അല്ലെങ്കിൽ അലൗ ലിമിറ്റഡ് ആക്സസ് ഏത് കൊടുത്താലും മതി. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഏറ്റവും നല്ലത് ഓൾവേസ് അലൗ ഓൾ കൊടുക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നമ്മുടെ പെർമിഷൻ ചോദിച്ചുകൊണ്ട് നിൽക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഏത് കാര്യങ്ങൾ വാട്സപ്പിലുള്ളതും ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കും ഓട്ടോമാറ്റിക്കലി തന്നെ.